ഉത്തര കൊറിയയുടെ സ്ഥാപക വാർഷിക ദിനത്തിൽ കിം ജോങ് ഉന്നിനെ ആശംസകൾ അറിയിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഇതിനായി ഒരുമിച്ച് നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കുന്നുവെന്നും പുടിൻ വ്യക്തമാക്കി. ഉത്തര കൊറിയയുമായി തുടർന്നും ബന്ധവും സഹകരണവും ശക്തമാക്കുമെന്ന് ഷീ ജിൻപിങ്ങും അറിയിച്ചിട്ടുണ്ട്. ചൈനയുമായും റഷ്യയുമായുള്ള ബന്ധം ഭാവിയിലും ശക്തമാക്കുമെന്ന് കിം ജോങ് ഉന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് മീഡിയ KCNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സെപ്റ്റംബർ 9 ഉത്തര കൊറിയയുടെ സ്ഥാപക ദിനമായി ആചരിച്ചു വരുന്നത്. സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പരേഡടക്കം രാജ്യത്ത് നടത്തുന്നു. പുടിന്റെ ഉത്തര കൊറിയൻ സന്ദർശനത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പല മേഖലകളിലും സഹകരണം വർദ്ധിപ്പിച്ചിരുന്നു. അടുത്തിടെ ഉത്തര കൊറിയയിലുണ്ടായ പ്രളയത്തിൽ രാജ്യത്തിന് ആവശ്യമായ സഹായങ്ങൾ കൈമാറുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതേസമയം ലോകത്ത് ഏറ്റവും നിഗൂഢമായ രാജ്യമെന്നറിയപ്പെടുന്ന ഉത്തര കൊറിയ വിനോദസഞ്ചാരികൾക്കായി തങ്ങളുടെ വാതിലുകൾ വീണ്ടും തുറക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ നഗരമായ സഞ്ചിയോണിൽ ഡിസംബർ മുതൽ ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് പിന്നീട് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കും. നേരത്തെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഉത്തര കൊറിയൻ അതിർത്തികൾ 4 വർഷത്തോളം പൂർണ്ണമായി അടച്ചിട്ടിരുന്നു. നേരത്തെ ഉത്തര കൊറിയയിൽ ടൂറിസം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കമ്പനികൾ എല്ലാം തന്നെ പുതിയ പ്രഖ്യാപനത്തിൽ ഏറെ സന്തുഷ്ടരുമാണ്. വൈകാതെ തന്നെ നോർത്ത് കൊറിയ ടൂറുകളുടെ ബുക്കിംഗുകൾ ആരംഭിക്കുമെന്ന് കമ്പനികൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടുതലും ചൈന ആസ്ഥാനമായുള്ള കമ്പനികളാണ് ഉത്തര കൊറിയയിൽ ടൂർ സർവീസുകൾ നടത്തിയിരുന്നത്. ചൈനീസ് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സംജിയോൺ. രാജ്യത്തെത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് കാണാനായി ഉത്തര കൊറിയൻ ഭരണകൂടം തയ്യാറാക്കിയ നഗരമാണ് ഇതെന്നും ആക്ഷേപമുണ്ട്. മികച്ച അപ്പാർട്ട്മെന്റുകളും റിസോർട്ടുകളും ഹോട്ടലുകളും സാംസ്കാരിക നിലയങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. എന്നാൽ രാജ്യത്തെ മറ്റിടങ്ങളിൽ ഇതല്ല സ്ഥിതി എന്നാണ് വിമർശകരുടെ പക്ഷം. കഴിഞ്ഞ വർഷം മാത്രമാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉത്തര കൊറിയ പുനരാരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരു സംഘം റഷ്യൻ ടൂറിസ്റ്റുകൾ ഉത്തര കൊറിയയിൽ എത്തിയിരുന്നു. റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരുക്കിയ സ്വകാര്യ ടൂറിനാണ് ഇവരെത്തിയത്. ഇതിനിടയിൽ വോൺസാൻ കൽമ തീരദേശത്തെ ഉത്തര കൊറിയ പണിയുന്ന ടൂറിസ്റ്റ് സോണിന്റെ പണി പൂർത്തീകരിച്ചതായും ഇത് ഉടൻ തന്നെ സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ബീച്ചുകളോട് ചേർന്നുള്ള ലക്ഷറി ഹോട്ടലുകളുടെയും സുഖവാസ കേന്ദ്രങ്ങളുടെയും നിരയാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയത്. നേരത്തെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധം മൂലം നിർമ്മാണ സാമഗ്രികളൊന്നും തന്നെ ലഭിക്കാത്തതിനാൽ ഈ പ്രൊജക്ടിന്റെ നിർമ്മാണം നിന്നുപോയിരുന്നു. സാങ്കേതികമായി ഏത് രാജ്യത്ത് നിന്നുള്ള സഞ്ചാരിക്കും ഉത്തര കൊറിയ സന്ദർശിക്കാം. എന്നാൽ സമീപകാലം വരെ ഉത്തര കൊറിയയിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ വലിയൊരു വിഭാഗവും ചൈനീസ് റഷ്യൻ പൗരന്മാരായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ എത്തുന്നത് നിലവിൽ വളരെ കുറവുമാണ്. വിദേശ സഞ്ചാരികളും തദ്ദേശീയരും തമ്മിലുള്ള ഇടപെടലുകൾ സർക്കാർ കർശനമായി നിയന്ത്രിച്ചിട്ടുമുണ്ട്. ട്രാവൽ ഏജൻസിയും സർക്കാരും അനുമതി നൽകിയിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമേ വിദേശികൾക്ക് സഞ്ചരിക്കാനും അനുമതിയുള്ളൂ. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത് സുരക്ഷിതമല്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ ഉത്തര കൊറിയയിലെത്തിയ അമേരിക്കൻ സഞ്ചാരികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്. ബെയ്ജിംഗ്, ഷാങ്ഹായ് തുടങ്ങിയ ചൈനീസ് നഗരങ്ങളിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളുമുണ്ട്. ഇത്തരത്തിൽ ഏറെ നല്ല രീതിയിലുള്ള ബന്ധം ചൈനയും റഷ്യയുമായും ഉത്തര കൊറിയ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഉത്തര കൊറിയയിൽ നടക്കുന്ന കിമ്മിന്റെ ഭരണ പരിഷ്കാരങ്ങളിൽ ഏറെ വിമർശനങ്ങളാണ് ഉയരുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് സൗഹൃദം ഉത്തര കൊറിയ പുലർത്താറില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.